ആളെയും കാണേണ്ടവരല്ലേ, ചെന്നൊന്ന് മുഖം കാണിച്ചാൽ മാത്രം മതി. എന്നും മറ്റുള്ളവരുടെ സങ്കടങ്ങളുടെ കൂടെ നിന്ന മനുഷ്യനാ പപ്പേട്ടൻ. ആ പപ്പേട്ടന്റെ സങ്കടത്തിൽ അവരൊക്കെ വേദനിക്കുന്നുണ്ട്. എനിക്കെന്ത് സങ്കടം? ഒരു സങ്കടവും ഇല്ല. ഈ ഉമ്മറത്ത് വന്നിട്ടുള്ളവരാരും ഇന്നോളം മനപ്രയാസപ്പെട്ട് ഇറങ്ങി പോയിട്ടില്ല. അതിന്നും ഉണ്ടായിക്കൂടാ. ലീലാനിലയാണിത്. പപ്പേട്ടാ, ഗണപതിയാ വിളിക്കുന്നു. അപ്പൂനെയും പപ്പേട്ടനെയും ഒരച്ഛനും മകനുമായിട്ടല്ലല്ലോ നമ്മളൊക്കെ കണ്ടത്. രണ്ട് ചങ്ങാതിമാര്. ഭഗവാനെ, ഓരോരോ തലയിലെടുത്ത്. ആ, എല്ലാവരും ഉണ്ടല്ലോ. ഇരിക്ക. ഓ, പത്രക്കാരുണ്ട് അല്ലേ? നന്നായി. പക്ഷെ ഈ എടുത്ത ഫോട്ടോ പത്രത്തിൽ ഇടരുത് വാരരെ. ഇപ്പോഴത്തെ ഈ മോന്ത നാട്ടുകാരുടെ മുമ്പിൽ കാഴ്ച വെക്കാൻ കൊള്ളില്ല. 100 കൂട്ടം പണിയുള്ള ആൾക്കാര് വെറുതെ നേരം കളഞ്ഞ് എന്തിനാ ഇപ്പൊ ഇവിടെ? ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ അവൻ എൻ്റെ മൂത്ത മോനെ. അവനില്ല. അറിയാലോ അവനിപ്പോ എവിടെയാന്ന്. ഇനി തന്തയെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അവന്. നന്നായി. കിടക്കട്ടെ, അവിടെ കിടക്കട്ടെ, സുഖിച്ചു കിടക്കട്ടെ. കൊലക്കുറ്റല്ലേ, കുറച്ച് കിടക്കാലോ. കുറെ കാറും ബസ്സും ലോറി ഉണ്ടായി, വലിയ വീടും ഉണ്ടായി, കോടിക്കണക്കിന് ഉറുപ്പി ഉണ്ടായിന്ന് വെച്ച് യോഗ്യന്മാരാവോ? ഇല്ല. തറകളാ ഞങ്ങള്. പച്ചക്കറി മാർക്കറ്റിൽ ചീഞ്ഞു പോകുന്ന ഒരു തക്കാളിയുടെ വിലയില്ലാത്തവര്. പപ്പനും പപ്പന്റെ മോൻ അപ്പു. നോക്കേ, ഇനിയിപ്പോ ആ റോട്ടിലൂടെ പോകുന്ന നാട്ടുകാരെ വിളിച്ചു പറയും, ഇതാണ് കൊലയാളി അപ്പുവിന്റെ വീടെന്ന്. ഇല്ലേ? എന്താ സ്ഥാനപ്പേര്? എത്തേണ്ടടത്ത് എത്തി. തുടങ്ങിയതിനേക്കാളും താഴത്തെത്തി പപ്പനാവൻ. തന്ത പീഡിയ കോലായിലേ കിടന്നിട്ടുള്ളൂ. മോൻ അതിലേറെ മുന്തിയ സ്ഥലത്താ കിടക്കുന്നത്. ഞങ്ങൾ എവിടെ തുടങ്ങിയവരാന്ന് എല്ലാവരെയും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതാ എന്റെ തലതെറിച്ച മോൻ. എട്ടൊമ്പത് വയസ്സില് നിത്യപ്പട്ടിണി വാരിക്കോരി തന്നു തമ്പുരാൻ. അതും ചുമന്ന് കണ്ണ് നിറച്ച് നടന്നതാ കുറെ കാലം. ഇപ്പോഴിതാ പുതിയൊരു ചുമട് വെച്ച് തന്നിരിക്കല്ലേ. ഇനി ഇതും പേറി അങ്ങ് നടക്കുക. ഇനി ഈ പേരും പറഞ്ഞ് ആരും ഈ വഴിക്ക് വരണമെന്നില്ല. എനിക്കൊരു സങ്കടമില്ല. അച്ഛാ, സമാധാനിപ്പിക്കാനാണെങ്കിൽ വേണ്ട, പോയിക്കോ. അച്ഛാ, അപ്പേട്ടനുണ്ടെന്ന് ജയിലിലെ ആ ചോറ്. കൊലയാളിക്ക് ജയിലില്ല ചോറ്. അച്ഛാ, എന്റെ കൈ കൊണ്ടാ അവൻ മരിച്ചത്. ഈശ്വര, അപ്പേട്ടൻ ഏറ്റെടുക്കുകയായിരുന്നു എന്നെ രക്ഷിക്കാൻ. ഞാൻ വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ഈ നേരം വരെ എന്റെ കുട്ടിയെ ശപിച്ച പാപത്തിന് ഏത് ഈശ്വരന്മാരോടാ ഞാൻ മാപ്പ് ചോദിക്കുക? പോടാ എന്റെ മുമ്പിന്ന്. സർവ്വതും വിറ്റുപിറക്കി ആരുടെ കാൽക്കൽ വെച്ചിട്ടായാലും ഇറക്കി കൊണ്ടുവാ എന്റെ കുട്ടിയെ. പോയി കൊണ്ടുവരാൻ.
അപ്പു അച്ഛാ പപ്പേട്ടാ അച്ഛാ അപ്പു പപ്പേട്ടാ അച്ഛാ സ്വാമിയേട്ടാ അച്ഛൻ അച്ഛാ അപ്പു അപ്പോ ഒരു വിസിറ്റർ ഉണ്ട്. അച്ഛൻ ആശുപത്രിയില. എന്തേ സ്വാമി? ആ മനസ്സ് സഹിക്കൂലെന്നറിയാലോ. വിഷമിക്കരുത്. ഹരി, എന്തേ? എല്ലാവരുടെ വിശേഷവും ചോദിച്ചു അപ്പോട്ട്. നമ്മുടെ മക്കളെ പറ്റി ഒരു വാക്ക്. അവർക്കറിയോ? അവർക്കൊക്കെ അറിയാം. അപ്പോട്ടിന്റെ മക്കളല്ലേ. ഒന്നും പറയാറുമില്ല, ചോദിക്കാറുമില്ല. എന്താ ഉണ്ടായത് അപ്പോട്ട? എന്തിനാ ഇങ്ങനെ ഒരു കടുങ്കൈ? നമ്മുടെ മക്കളെങ്കിലും ഓർക്കായിരുന്നില്ല. പറയ, എന്തിനായിരുന്നു? താനൂർ ചക്കദിനം ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവില ചക്ക കായ്ക്കുന്നു. മാവിലച്ചക്ക തിന്നാൻ പാടുണ്ടോന്നും മാവിലായി ചെന്ന് കാരണവന്മാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ല. അപ്പോൾ ഇങ്ങോട്ട് പോന്നു. എന്തേ? വേണ്ട, ദൈവം കാവലുണ്ട്. സമയം കഴിഞ്ഞു. ങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിത വേഷം. കണ്ണീരിനൊരു വേഷം, സന്തോഷം പുതുവേഷം. നിഴനാടകമാടുകയല്ലോ ജീവിതമാകെ. വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിത വേഷം. ആകാശം കരയുമ്പോൾ, ആഷാഢം മറയുമ്പോൾ വസന്തങ്ങളെ ചിരിക്കുന്നുവോ? ആരോടും പറയാതെ, ആരോരും അറിയാതെ മണൽ
കാടുകൾ താണ്ടുന്നുവോ? ഇനിയാണോ പൗർണമി, ഇനിയാണോ പാർവണം? രാവിരുളും കാട്ടിൽ, രാമഴയുടെ നാട്ടിൽ ആരാണിനി അഭയം നീ പറയൂ? നാം അറിയാതുഴറുകയാണോ മാലിന്യാമം? വേഷങ്ങൾ ജന്മങ്ങൾ, വേഷം മാറാൻ നിമിഷങ്ങൾ, നാം അറിയാതാടുകയാണീ ജീവിതവേഷം. വേഷം മാറുമ്പോൾ, മറുവേഷം തെളിയുമ്പോൾ, അകക്കണ്ണുകൾ തുളുമ്പുന്നുവോ? ഒരു സ്വപ്നം മായുമ്പോൾ, മറുസ്വപ്നം വിടരുമ്പോൾ ചിരിക്കുന്നുവോ? നീ തേങ്ങുന്നുവോ? എവിടെ പോയി നന്മകൾ, എവിടെ പോയി ഉമ്മകൾ? എന്താണിനി വേഷം, ഏതാണീ രംഗം? ആരാണിനി അഭയം പെരുവഴിയിൽ? നിഴനാടകമുയരുകയാണോ ജീവിതമായി? വേഷങ്ങൾ ജന്മങ്ങൾ, വേഷം മാറാൻ നിമിഷങ്ങൾ, നാം അറിയാതാടുകയാണീ ജീവിതവേഷം. കണ്ണീരിനൊരു വേഷം, സന്തോഷം പുതുവേഷം, നിഴനാടകമാടുകയല്ലോ ജീവിതമാകി, നിഴനാടകമാടുകയല്ലോ ജീവിതമാകി. ഈ കേസിലെ പ്രോസിക്യൂഷൻ ഭാഗവും പ്രതിഭാഗവും നടത്തിയ വാദത്തിന്റെ അടിസ്ഥാനത്തിലും ഹാജരാക്കിയ രേഖകളും തെളിവുകളും വിശകലനം ചെയ്തതിലും കരുതിക്കൂട്ടിയുള്ള നരഹത്യയാണ് എന്ന വാദം നിലനിൽക്കാത്തതിനാലും പ്രതിക്കുള്ള സമൂഹത്തിലെ മാന്യത പരിഗണിച്ചും വിശിഷ്യ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ആളുടെ മുൻകാല ചരിത്രം തികഞ്ഞ കുറ്റവാളിയുടേതാകയാലും തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന വാദം പ്രോസിക്യൂഷൻ ഭാഗം ഉന്നയിക്കാത്ത കാര്യം പരിഗണിച്ചും പ്രതിക്ക് 50,000 രൂപയുടെ സ്വന്തം ജാമ്യത്തിലും തുല്യ സംഖ്യയ്ക്കുള്ള 2 ജാമ്യക്കാരുടെ ബാധ്യതയിലും ഈ കോടതി ഇതിനാൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അച്ഛാ വേണ്ട, സങ്കടപ്പെടരുത്. എന്തൊക്കെയോ ആപത്തുകൾ വന്ന വഴിക്ക് അതൊക്കെ പോയി, അത്രേ ഉണ്ടായിട്ടുള്ളൂ. കുറ്റപ്പെടുത്തി ശപിച്ചു. എന്റെ മോനെ ഞാൻ അറിയാതെ പോയി. ഓർക്കാത്ത നേരത്തൊരു മഴ പെയ്തപ്പോ ഒന്ന് നനഞ്ഞ പോലെ, അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത്ര തന്നെ ഉള്ളൂ. ഗണപതി ചെന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഏർപ്പാടാക്ക്. ഒരതുമില്ല. എന്താടാ വായും പൊളിച്ചു നിക്കുന്നേ? ചെല്ലേ, എനിക്കിപ്പൊ ഇവിടുന്ന് പോണം. ആ ഡോക്ടർ വന്നല്ലോ. ആഹാ, ആളൊന്നും ഉഷാറായല്ലോ. അത് നിങ്ങളുടെ ചികിത്സ കൊണ്ടൊന്നുമല്ല, എന്റെ മോൻ വന്നതുകൊണ്ടാ. ഉഷാറായി എന്നല്ലേ പറഞ്ഞത്? എനിക്കിനി പോവാലോ. പോവേ, 4-5 ദിവസം കൂടി ഇവിടെ കിടന്നേ പറ്റുള്ളൂ. ഇതുവരെ നിങ്ങൾ പറഞ്ഞത് ഞാൻ അനുസരിച്ചു, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുക. അച്ഛാ അവര് പറയാതെ. നീ പോയപ്പോ ഞാൻ കടന്നുപോയി, വന്നില്ലേ നീ? ഇനി എഴുന്നേറ്റ് പോവാ, അത്ര തന്നെ. ഡോക്ടർക്ക് അത്രയ്ക്ക് നിർബന്ധം എന്താ വെച്ചാ ഈ കുന്തവും കൊടച്ചക്രവും ഒക്കെ എടുത്ത് അങ്ങോട്ട് വന്നാ മതി വീട്ടിലേക്ക്. പോയാട്ട എല്ലാവരും ഇവിടുന്ന്. എനിക്ക് എന്റെ മോനോട് ഒറ്റയ്ക്കൊന്ന് മിണ്ടി പറയണം. ശ്രദ്ധിക്കണം.
അപ്പോ അച്ഛനൊരു കാര്യം ആവശ്യപ്പെട്ട എൻ്റെ മോനത് സാധിച്ചു തരുമോ? നമ്മൾ തുടങ്ങിയൊരു സ്ഥലല്ലേ പാളയം മാർക്കറ്റ്. എനിക്ക് നിന്റെ കയ്യും പിടിച്ച് അവിടെ നടക്കണം. കൊണ്ടുപോവില്ലേ എന്നെ? നല്ല ഉറക്ക എല്ലാവരും. ഉറങ്ങിയാ പിന്നെ പീഡികത്തിണ്ണയിലായാലും രാജകൊട്ടാരത്തിലായാലും ഉറക്കം ഒന്നും തന്നെ എല്ലാവർക്കും. നമ്മളിങ്ങനെ ഒരുപാട് ഉറങ്ങിയിട്ടില്ലേ അപ്പു? അച്ഛാ സുഖമില്ലാത്തതാണ്. ആർക്കടോ? ഈ മാർക്കറ്റിന്റെ പുറത്തേക്ക് നമ്മൾ ഇത്രയും വളരേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ നിനക്ക്? എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ ഒടുവില് ജയിലില് വരെ. അതൊന്നും ഓർത്തിനി മനസ്സ് വിഷമിപ്പിക്കണ്ട. കേസ് തള്ളിപ്പോവും, ഉറപ്പാ. പോകണം. നീ എപ്പോഴും പറയാറില്ലേ ദൈവം കാവലുണ്ടെന്ന്? ഉണ്ടാവും. എന്റെ മോന് ദൈവം കാവലുണ്ടാവും. ഗണപതി, ഓ, താൻ പോയിക്കോ. അല്ലാതെ പോയിക്കോന്ന് പറഞ്ഞാ പോയിക്കോ. എനിക്ക് എന്റെ അപ്പുവിനോട് കുറച്ച് കാര്യങ്ങൾ പറയണം. ഈ രാത്രിയില് എന്റെ ഈ ആഗ്രഹം കൂടി നീ സാധിച്ചു തന്നു. പക്ഷേ ഞാൻ നിനക്കായിട്ട് ഒന്നും തന്നില്ലല്ലോ എന്നൊരു തോന്നല്. എന്റെ അച്ഛനായില്ലേ, എനിക്കത് മതി. എല്ലാ കാര്യങ്ങൾക്കും ഒരു കാലവും ക്രമമൊക്കെ ഉണ്ട്. അതങ്ങനെ തന്നെ നടക്കുകയും വേണമെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഹരിയോട് എനിക്ക് പറഞ്ഞൂടാ, നിന്നോടാവാ. രണ്ടാളും രണ്ട് കുടുംബമായിട്ട് രണ്ടിടത്ത് കഴിയേണ്ട സമയമായി എന്ന് തോന്നുന്നു. അച്ഛന് ഇഷ്ടണ്ടായിട്ടല്ല. കണ്ടിട്ടില്ലേ സമയാവുമ്പോ തള്ളക്കോഴി മക്കളെ കൊത്തിയാട്ടുന്നത്? അതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന ബന്ധങ്ങൾക്കൊക്കെ ഒരു വില ഉണ്ടാവും. പാവ നമ്മുടെ മോൻ ഹരി ഒരുപാട് പഠിപ്പൊക്കെ പഠിച്ചൊന്നല്ലാണ്ട് ജീവിതം എന്താന്ന് അവൻ ഇതുവരെ പഠിച്ചിട്ടില്ല. അച്ഛനറിയോ, അവനെ കൊല്ലാൻ, അങ്ങനെ നമ്മുടെ കുടുംബം നശിപ്പിക്കാൻ ശിവൻ ഒരുക്കിയ ചതിയായിരുന്നു ഈ കഴിഞ്ഞതൊക്കെ. അതെ അച്ഛാ. എന്തേ? മുമ്പൊരിക്കൽ ശിവൻ എന്നോട് പറഞ്ഞതാ, നമ്മുടെ കുടുംബത്തിന്റെ മൂലക്കല്ല് അവൻ ഇളക്കുന്നു. ആ വേവലാതി എന്നും ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ. നീ വേണ്ട വേണ്ട എന്ന് പറഞ്ഞപ്പോഴും നിന്നോട് എതിർത്ത് ഞാൻ അവനെ വീട്ടിൽ കയറ്റി. വെറുതെ എങ്കിലും അവൻ നന്നാവൂന്ന് ആശിച്ചു, എന്റെ മക്കൾക്കൊരു ശത്രു ഇല്ലാതിരിക്കാൻ. ഇനിയും ഞാൻ ആ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ തെറ്റായിപ്പോ. ഒരപകടത്തിൽ പോയതല്ല ഈ കാല്, ശിവനെടുത്തതാ. അച്ഛാ, ഒരു വെടിയുണ്ട കൊണ്ട് തീർക്കായിരുന്നു എനിക്കെന്നവനെ. പക്ഷേ എന്റെ മക്കൾ എന്നോളം വലുതായപ്പോ എനിക്ക് അവരുടെ കൂടെ ജീവിക്കണമായിരുന്നു, കൊതി തീരുവോളം. ഒന്ന് ഓർമ്മിപ്പിക്കുക, ശിവന്റെ കാര്യത്തില് ഒരു കരുതൽ വേണം എപ്പോഴും. നടക്കണം. ഈ മാർക്കറ്റിനകത്ത് പുലരുവോളം നടക്കണം എനിക്ക്. ഓർമ്മയുണ്ടോ, ഇവിടെയാണ് പണ്ട് ഞാൻ വീഴാൻ പോയത്. നീ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചതും. എന്നിട്ടും അപ്പു, അച്ഛാ, 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 എന്താ അച്ഛാ? അപ്പു, അച്ഛാ, എന്തേ? മോനെ, എന്തേ?
എന്താ അപ്പുക്കുട്ടമെന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ? ഒന്ന് രണ്ട് ചെറിയ പ്രശ്നങ്ങളൂടെ ബാക്കിയുണ്ട് ശിവൻകുട്ടി മേന്നെ. അതിലൊന്ന് തീർക്കണമെങ്കിൽ മേന്റെ ഒരു സഹായം വേണം. എന്നാ പിന്നെ അതങ്ങോട്ട് മുമ്പെന്റെ അച്ഛന്റെ കാലെടുത്തവനാണ്. എനിക്കിപ്പോ വേണമെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അങ്ങനെ ചെയ്താൽ നീയും ഞാനും തമ്മിൽ എന്താടാ വ്യത്യാസം? ജീവിതമാണ്, തിരുത്താൻ സമയമുണ്ട്. പകയും വിരോധവും കളഞ്ഞ് മനുഷ്യനായി ജീവിക്കാൻ നോക്ക്. അതല്ല ഇനിയും കിടന്ന് കളിക്കാനാണ് ഭാവമെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ വെട്ടിയെടുക്കേ. തൽക്കാലം ഇനി അങ്ങോട്ടുള്ള നിന്റെ ആയുസ് എന്റെ കണക്കിൽ വെച്ചേക്കും. അപ്പോ ഇത് വേണോ മോനെ? സ്വാമി, ഞാൻ മംഗലാപുരത്തേക്ക് പോകാൻ തുടങ്ങിയിട്ട് കൊല്ലത്തറായി. ഇപ്പൊ അശ്വതിയും മക്കളും കൂടെ ഉണ്ട്, അത്രയല്ലേ ഉള്ളൂ. ഏട്ടാ, ഇങ്ങനെ ഒരു തീരുമാനം. ഭൂമിക്കൊരു നിയമമുണ്ട്, കണ്ടിട്ടില്ലേ? തള്ളക്കുഴി മക്കളെ പോറ്റുന്നത് ചിറകിന്റെ ചോട്ടില. എന്നിട്ട് അവസാനം നേരാവുമ്പോ കൊത്തിയാകറ്റും, വേറെ ആക്കും. അതങ്ങനെ തന്നെ വേണം. അവനോന്റെ ജീവിതം അവനോന് വലുതാ. ഒരേ മേൽക്കൂര കീഴെ നിനക്ക് രാജാവിന്റെ വേഷമായിരിക്കും, എനിക്ക് ചിലപ്പോൾ ഒരു സാധാരണ പ്രജയുടെയും. അതൊന്നും പരസ്പരം വെച്ചുമാറാനോ മാറ്റിക്കളിക്കാനോ പാടില്ല, പറ്റില്ല. ഈ വീടും നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല അന്തസ്സായിട്ട് കൊണ്ടു നടത്താൻ നീ ഇവിടെ ഉണ്ടല്ലോ. ബന്ധങ്ങളുടെ കാഴ്ച കണ്ണുകൊണ്ടല്ലോ മോനെ, മനസ്സുകൊണ്ടാ. അത് അകലുന്നില്ല, എവിടെയും പോകുന്നുമില്ല. വിളിച്ചാ വിളിപ്പുറത്ത് ഒരിക്കലും ഉറങ്ങാത്ത മനസ്സുമായി ഏട്ടനുണ്ടാവും. അല്ലേലും ഏട്ടൻ മനസ്സുകൊണ്ട് ഒന്നിന്റെ ഉടമസ്ഥനായിട്ടില്ല, കാവൽക്കാരനായിട്ടുള്ളൂ. ആ കാവൽ എന്നും ഉണ്ടാവും, എന്നും. എന്റെ അറിവില്ലായ്മ ഒരുപാട് ഏട്ടൻ ക്ഷമിച്ചതല്ലേ, പൊറുക്കണം എന്നോട്. അറിയാൻ പറ്റിയില്ല എനിക്ക്. അതങ്ങനെയാ മോനെ ജീവിതം, വൈകി കിട്ടുന്നൊരു കത്ത് പോലെ. എല്ലാം അറിഞ്ഞു വരുമ്പോഴേക്കും ജീവിതം കടന്നു പോയിട്ടുണ്ടാവും. ഓർമ്മകളാണ് സുഖം. ഇറങ്ങട്ടെ. എന്താ ഇത്? എവിടെ പോയാലും അനുഭവിക്കാനുള്ളത് ഒരേ വേദനയാണെങ്കിൽ അതിവിടെ ഈ വീട്ടില് നമുക്ക് ഒരുമിച്ചിരുന്ന് അനുഭവിച്ചുകൂടാ പോട്ടാ. മോളെ, എന്നെ ഈ വിളി വിളിക്കാൻ
എന്റെ അപ്പോട്ടിന് ഇവിടെ വേണം. മോളെ അപ്പേട്ടൻ ദൂരെ എവിടെയും. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. അപ്പോട്ടിന്റെ ശാസനകളില്ലെങ്കിൽ, അപ്പോട്ടിന്റെ കളിയും ചിരിയും തമാശകളും ഇല്ലെങ്കിൽ, അപ്പോട്ടിനില്ലെങ്കിൽ ഏടത്തെയും മക്കളും ഇല്ലെങ്കിൽ ഈ വീട് വീടല്ല. അങ്ങനത്തെ ഒരു വീട്ടില് ഞാനും ഉണ്ടാവില്ല. മോളെ ഇവിടുന്ന് ഇറങ്ങാൻ ഒരിക്കൽ പെട്ടി എടുത്തതല്ല ഞാൻ. അന്ന് എന്നോട് എന്തൊക്കെയാ പറഞ്ഞത്? ഒരു പാവ മനുഷ്യന്റെ, നമ്മുടെ അച്ഛന്റെ വിയർപ്പും കണ്ണീരുമായി കുടുംബം ഈ വീടെന്ന്. അപ്പോഴും ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയാ അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടുന്ന വിചാരം. പറഞ്ഞില്ലേ അന്ന് ഭർത്താവിന്റെ ഏട്ടനല്ല എന്റെ ഏട്ടനാന്ന്. ആ ഏട്ടനോട് പറയാ പോവരുത്, പോവരുത് അപ്പോട്ടാ. എന്താ ഇപ്പൊ ഇതൊക്കെ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ആരെയും തോൽപ്പിക്കാൻ വേണ്ടിട്ടല്ലോ ഞാൻ, എല്ലാരും നല്ലതിന് വേണ്ടിട്ടല്ലേ. എന്നിട്ടിപ്പൊ പോണുണ്ടോ? അതറിഞ്ഞിട്ട് വേണം ഗണപതിക്ക് ഒരു പോക്ക് പോകാൻ. എന്താ പോവാന്ന്? സാമി ഇതെവിടെ പോനാ? എല്ലാരും അങ്ങോട്ട് ഒരുങ്ങി നിൽക്കല്ലേ? അത് തിരക്കണ്ടല്ലോ. ഒരാളൊരു വഴിക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ എല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങ. ഞാനും അങ്ങനെ ഒന്ന് ആലോചിച്ചു പോയി, പറഞ്ഞുപോയി. തെറ്റ്. അതിന്റെ മുകളിൽ കയറി പിടിച്ച് എല്ലാരും കൂടെ പെട്ടിയെടുക്ക. അപ്പൊ ഇവിടെ പിന്നെ കുട്ടികൾക്കാരാ? ഞാനൊന്നും പറഞ്ഞില്ല, ഞാനൊന്നിനും ഒരുങ്ങിയില്ല. തീർന്നല്ലോ. ചട്ടിയും കലാവുമ്പോ എന്താ പറയാ സ്വാമി? തട്ടിയും മുട്ടിയൊക്കെ ആ അത് തന്നെ, അത്രേ ഉള്ളൂ. വേണ്ടാത്ത ഒന്നും ചിന്തിക്കണ്ട, ആരും ഞാനും. എനിക്കിപ്പോ നടക്കാൻ വേറെ ഏതാ വഴി? എനിക്കിപ്പോ വേറെന്താ വേഷം? ഇത് തന്നെ, ഇത് മതി. തോറ്റു, ഞാൻ തോറ്റു. എല്ലാരും കൂടെ സ്നേഹിച്ച് സ്നേഹിച്ച് തോൽപ്പിച്ചു. സ്വാമി തോറ്റുട്ടോ, തോറ്റു. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു? എല്ലാം കഴിഞ്ഞിട്ട് എന്റെ അച്ഛനെ കളിയാക്കി ഒരു ഇളി ഇളിക്കാറില്ലേ, അതുണ്ടോന്ന് നോക്കിയതാ. അതുണ്ട്, അതെന്നുണ്ട്. ആ ഇളയ മരിക്കോളം കൂടെ ഉണ്ടാവും. എന്നാ പിന്നെ ആ ഇളിയൊന്ന് ഇളിക്കേണ്ട സമയം. താനൂർക്ക് ചക്ക തിന്നാൻ ചെന്നാ പറയും ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയി. അവിടെ ചെന്ന് ചോദിച്ചാ പറയും മാവിലാ ചക്ക കായ്ക്കുന്നത്. മാവിലങ്ങനെ കായ്ച്ച ചക്ക തിന്നാൻ പറ്റുമെന്ന് മാവിലായി ചെന്ന് കാരണവന്മാരോട് ചോദിച്ചാൽ അവര് പറയും ഞങ്ങൾ ഈ നാട്ടുകാരല്ല. അതുകൊണ്ട് അപ്പു എങ്ങോട്ടും പോണില്ല.